കേരളത്തിൽ മൺസൂൺ ഇപ്പോൾ പൂർണ്ണശക്തിയോടെ സജീവമായി കഴിഞ്ഞു. കാലാവസ്ഥയുടെ ഭാവം തുടർച്ചയായി കൂടുതൽ അപകടകരമായി മാറുന്നത് കാണപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ആകാശത്തുനിന്ന് പെയ്യുന്ന വെള്ളം ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതേസമയം കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ് സാഹചര്യത്തെ കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുന്നു. അറബിക്കടലിൽ നിന്ന് തുടർച്ചയായി വരുന്ന ഈർപ്പവും സജീവമായ മൺസൂൺ കാറ്റും കാരണം മഴയുടെ വ്യാപ്തി തെക്കൻ ജില്ലകളിൽ നിന്ന് വർദ്ധിച്ച് ഇപ്പോൾ വടക്കൻ ജില്ലകളിലേക്ക് വേഗത്തിൽ വ്യാപിക്കുന്നു. ഇതാണ് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കാൻ കാരണം. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഈ ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കുന്നു. ഇത്രയും മഴ പലയിടങ്ങളിലും സാധാരണ ജനജീവിതത്തെ ബാധിക്കുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും ചെയ്തേക്കാം. കാലാവസ്ഥയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഏറ്റവും കൃത്യവും വേഗത്തിലുമുള്ള വിവരങ്ങൾ ആദ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കാലാവസ്ഥ ഓരോ മണിക്കൂറിലും പുതിയ മാറ്റങ്ങൾ എടുക്കേക്കാം. ഞങ്ങൾ ഓരോ മാറ്റത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് തുടർച്ചയായി എത്തിച്ചുകൊണ്ടിരിക്കും. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നറിയിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും മഴയോടൊപ്പം ഇടിമിന്നലും ശക്തമായ കാറ്റുമുണ്ടായേക്കാമെന്നും അതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം ഇതാണോ വെറും തുടക്കം? വരും മണിക്കൂറുകളിൽ മഴ ഇനിയും ഭയാനകമായ രൂപം പ്രാപിക്കുമോ? കാലാവസ്ഥാ വകുപ്പിന്റെ സൂചനകൾ ഇത്തരത്തിലുള്ള ചില സൂചനകളാണ് നൽകുന്നത്. അതിനാൽ ഈ അപ്ഡേറ്റ് അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം ഇനി പുറത്തുവരുന്ന വിവരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാകാം. തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം എന്നിവയുടെ ഭീഷണി വേഗത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും സെൻസിറ്റീവ് പ്രദേശങ്ങളിലും താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രാദേശിക ഭരണകൂടം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചാൽ അതുടൻ പാലിക്കണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ജലനിരപ്പ് തുടർച്ചയായി ഉയരുന്നതിനാൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്കും ഭീഷണി വർദ്ധിച്ചിട്ടുണ്ട്. അണക്കെട്ടുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോടും പ്രത്യേക ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര അണക്കെട്ടിലെ ജലനിരപ്പ് വേഗത്തിൽ ഉയരാൻ തുടങ്ങി. ജലനിരപ്പ് ഉയരുന്നത് കണക്കിലെടുത്ത് അണക്കെട്ടിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ കൂടി അധികമായി തുറക്കാൻ അധികൃതർ തീരുമാനിച്ചു. നേരത്തെ തുറന്ന് 40 സെന്റിമീറ്റർ ഉൾപ്പെടെ ഇപ്പോൾ ആകെ 80 സെന്റിമീറ്റർ വരെ വെള്ളം പുറത്തേക്ക് വിടും. അണക്കെട്ടിന് സമീപം താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അടിയന്തര സാഹചര്യമുണ്ടായാൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. സങ്കൽപ്പിക്കുക, മലകളിൽ നിന്നിറങ്ങി വരുന്ന വെള്ളം, കരകരവിയൊഴുകുന്ന നദികൾ, തുടർച്ചയായി ഗർജിക്കുന്ന മേഘങ്ങൾ, ഓരോ മണിക്കൂറും മാറുന്ന സാഹചര്യങ്ങൾ. ആകാശം മുഴുവനും ഒരേ സമയം തുറന്നതുപോലെയും മഴ നിൽക്കാൻ ഭാവമില്ലാത്തതുപോലെയും തോന്നുന്നു. വരും മണിക്കൂറുകൾ പല ജില്ലകളുടെയും ചിത്രം മാറ്റിയേക്കാം. ശക്തമായ കാറ്റിനെക്കുറിച്ചും ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. ബലഹീനമായ വീടുകളിലും തകർന്ന മേൽക്കൂരയുള്ള വീടുകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും മരങ്ങൾ വീഴാനും വൈദ്യുതി പോസ്റ്റുകൾ തകരാനും റോഡ് ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. അധികൃതർ സാഹചര്യം തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ്. ദുരന്ത നിവാരണ സേനയെയും സജ്ജമാക്കിയിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിൽ നിന്നോ സമീപ പ്രദേശങ്ങളിൽ നിന്നോ ആണ് ഈ കാലാവസ്ഥാ അപ്ഡേറ്റ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം മഴ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മൺസൂൺ എന്നിവയെക്കുറിച്ചുള്ള എല്ലാ പ്രധാന വാർത്തകളും ഞങ്ങൾ നിങ്ങൾക്കായി തുടർച്ചയായി എത്തിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരാനിരിക്കുന്നതേയുള്ളൂ. കാരണം അടുത്ത കുറച്ചു മണിക്കൂറുകളിൽ ഏതൊക്കെ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നിലനിൽക്കുന്നതെന്നും എവിടെയാണ് സാഹചര്യം കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതെന്നുമുള്ള പൂർണ്ണ വിവരങ്ങൾ ഇനി ലഭിക്കും. കേരളത്തിലെ പലയിടങ്ങളിലും ആകാശത്തുനിന്ന് പെയ്യുന്ന വെള്ളം ആശ്വാസം മാത്രമല്ല വെല്ലുവിളിയുമായേക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. തുടർച്ചയായി സജീവമായ മൺസൂൺ സംസ്ഥാനത്തിന്റെ വടക്കു മുതൽ തെക്ക് വരെയുള്ള മിക്കവാറും എല്ലാ ജില്ലകളെയും ഇപ്പോൾ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. അവിടെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നറിയിച്ചിട്ടുണ്ട്. ഏതാനും മണിക്കൂർ പെയ്യുന്ന മഴ റോഡുകളെ നദികളായും സാധാരണ വഴികളെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളായും മാറ്റുന്ന സാഹചര്യമാണിത്.
അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇടിമിന്നലിനും മിന്നലേൽക്കാനുമുള്ള ഭീഷണിയുമുണ്ട്. എന്നാൽ നിൽക്കൂ, ഏറ്റവും വലിയ ചോദ്യം, ഈ മഴ ഏതാനും മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്ന ഒന്നാണോ അതോ വരും ദിവസങ്ങളിൽ കേരളത്തിന് വലിയൊരു പരീക്ഷണമായി മാറുമോ എന്നതാണ്. കാലാവസ്ഥാ ഭൂപടങ്ങളിൽ ഇപ്പോൾ കാണുന്ന സൂചനകൾ സാധാരണക്കാർ മുതൽ അധികൃതർ വരെ എല്ലാവരുടെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതിനാൽ ഈ അപ്ഡേറ്റ് അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം ഇനി വരാനിരിക്കുന്ന വിവരങ്ങൾ നിങ്ങളുടെ ജില്ലയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാകാം. അറേബ്യൻ കടലിനു മുകളിൽ സജീവമായ കാലാവസ്ഥാ സംവിധാനം തുടർച്ചയായി ഈർപ്പം നിറഞ്ഞ കാറ്റുകളെ കേരളത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് മഴയുടെ മേഖല ഇപ്പോൾ വേഗത്തിൽ വടക്കോട്ട് വ്യാപിക്കുന്നത്. മലയോര മേഖലകളിൽ സ്ഥിതി കൂടുതൽ അപകടസാധ്യതയുള്ളതായി തുടരുന്നു. ഇടുക്കി, വയനാട്, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിയുന്നതിനുമുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. തുടർച്ചയായി നനഞ്ഞ മണ്ണ് ഇപ്പോൾ അധിക ജലത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അല്പം കൂടി ശക്തമായ മഴ പോലും മലഞ്ചെരിവുകളെ അസ്ഥിരമാക്കിയേക്കാം. അപകടസാധ്യതയുള്ള പ്രദേശങ്ങളിൽ അനാവശ്യമായി നിൽക്കരുതെന്നും ആവശ്യമുണ്ടെങ്കിൽ സുരക്ഷിത ക്യാമ്പുകളിലേക്ക് മാറണമെന്നും ഭരണകൂടം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര അണക്കെട്ടിലെ ജലനിരപ്പ് വേഗത്തിൽ ഉയരാൻ തുടങ്ങി. ഇതുകാരണം അണക്കെട്ടിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം അധികമായി തുറക്കാൻ അധികൃതർ തീരുമാനിച്ചു. നേരത്തെ തുറന്ന 40 സെന്റിമീറ്റർ ഉൾപ്പെടെ ഇപ്പോൾ ആകെ 80 സെന്റിമീറ്റർ വരെ വെള്ളം പുറത്തേക്ക് വിടും. അണക്കെട്ടിന് സമീപം താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അടിയന്തര സാഹചര്യമുണ്ടായാൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഏറ്റവും കൃത്യവും വേഗത്തിലുമുള്ള വിവരങ്ങൾ ആദ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കാലാവസ്ഥ ഓരോ മണിക്കൂറിലും പുതിയ മാറ്റങ്ങൾ എടുത്തേക്കാം. ഞങ്ങൾ ഓരോ മാറ്റത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് തുടർച്ചയായി എത്തിച്ചുകൊണ്ടിരിക്കും.